എല്ലാ കൂട്ടുകാർക്കും കഥാസാഗരത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് ഉദയനപുത്രനായ നരവാഹനദത്തന്റെ കഥയാണ്. വത്സരാജാവായ ഉദയനന് എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടായിരുന്നെങ്കിലും സന്താനങ്ങളില്ലാത്ത ദുഃഖം അദ്ദേഹത്തെ അലട്ടിയിരുന്നു. ഒരിക്കൽ അദ്ദേഹത്തെ സന്ദർശിച്ച നാരദൻ ഉദയനനോട് രാജ്ഞിയായ വാസവദത്തയോടു കൂടി ശിവാരാധന ചെയ്യുവാൻ ഉപദേശിക്കുകയും അവർക്ക് ജനിക്കുന്ന പുത്രൻ വിദ്യാധര ചക്രവർത്തിയായി തീരുമെന്ന് അറിയിക്കുകയും ചെയ്തു. തുടർന്ന് ശിവാരാധന നടത്തിയ രാജദമ്പതികൾക്ക് സ്വപ്നത്തിൽ ദർശനം നൽകിയ ഭഗവാൻ അവർക്ക് കാമദേവന്റെ അംശമായി ഒരു പുത്രൻ ജനിക്കുമെന്നും അവൻ വിദ്യാധരന്മാർക്ക് ചക്രവർത്തിയായി ഭവിക്കുമെന്നും അരുളി ചെയ്തു. അധികം വൈകാതെ വാസവദത്ത ഒരു പുത്രന് ജന്മം നൽകി. ജനന സമയത്ത് കേട്ട അശരീരി പ്രകാരം തേജോന്മയനായ ആ ശിശുവിന് നരവാഹനദത്തൻ എന്ന് നാമകരണവും ചെയ്തു. ഈ ഘട്ടത്തിലാണ് തക്ഷശിലയിലെ കലിംഗദത്ത രാജാവിൻ്റെയും താരാദത്ത രാജ്ഞിയുടെയും പുത്രിയായ കലിംഗസേന തന്റെ സഖിയായ സോമപ്രഭയിൽ നിന്ന് വത്സരാജാവായ ഉദയനനെ കുറിച്ച് അറിയാനിടയായത്. അപ്സരസ്സായിരുന്ന സുരഭീദത്തയായിരുന്നു ഇന്ദ്രശാപം മൂലം കലിംഗസേനയായി ജനിച്ചത്. ഉദയനനെ വിവാഹം കഴിക്കാൻ അതിയായി ആഗ്രഹിച്ചെങ്കിലും വിധി വൈരൂപ്യം മൂലവും ഉദയനന്റെ മന്ത്രിമാരുടെ പ്രവർത്തനങ്ങൾ മൂലവും കലിംഗസേനയ്ക്ക് ഉദയനനെ വിവാഹം കഴിക്കാൻ കഴിഞ്ഞില്ല. പരമശിവന്റെ അനുഗ്രഹത്താൽ മദനവേഗൻ എന്ന വിദ്യാധരൻ കലിംഗസേനയെ ഗാന്ധർവ വിധിപ്രകാരം വിവാഹം കഴിക്കുകയും അവർക്ക് രതിദേവിയുടെ അംശമായി ഒരു പുത്രി ജനിക്കുകയും ചെയ്തു. അവർ അവളെ മദനമഞ്ജുക എന്ന് പേരിട്ടു വളർത്തി. ഒരു ദിവസം ഉദയനൻ ഉറങ്ങുമ്പോൾ പരമശിവൻ സ്വപ്നത്തിൽ ദർശനം നൽകുകയും നരവാഹനദത്തന്റെയും മദനമഞ്ജുകയുടെയും വിവാഹം നടത്താൻ നിർദ്ദേശിക്കുകയും ചെയ്തു. തുടർന്ന് അവരുടെ വിവാഹം കെങ്കേമമായി നടത്തി. അധികം വൈകാതെ നരവാഹനദത്തൻ വിദ്യാധരിയായ രത്നപ്രഭയെയും വിവാഹം കഴിച്ചു. ഒരിക്കൽ നായാട്ടിന് പോയ നരവാഹനദത്തൻ സൈന്യത്തിൽ നിന്നും വേർപെട്ട് വനത്തിലെ ഒരു ശിവക്ഷേത്രത്തിലെത്തുകയും അവിടെ അലങ്കാരവതി എന്ന വിദ്യാധരിയെ പരിചയപ്പെടുകയും ചെയ്തു. തുടർന്ന് അവിടെ എത്തിയ അലങ്കാരവതിയുടെ മാതാവ് അവളെ നരവാഹനദത്തന് വിവാഹം കഴിച്ചു കൊടുത്തു. പിന്നീട് നായാട്ടിനിടയിൽ ഒരു കൊടുങ്കാട്ടിൽ അകപ്പെട്ട നരവാഹനദത്തൻ താമരപ്പൂക്കൾ നിറഞ്ഞ ഒരു സരസും അവിടെ പൂക്കൾ എറുത്തുകൊണ്ടിരിക്കുന്ന 4 ദിവ്യ പുരുഷന്മാരെയും കണ്ടു. അവർ വിഷ്ണുവിനെ പൂജിക്കാൻ താമരപ്പൂക്കൾ ശേഖരിക്കാൻ വന്നവരാണെന്ന് മനസ്സിലാക്കിയ നരവാഹനദത്തൻ അവരുടെ കൂടെ ഭഗവത് സന്നിധാനത്തിലേക്ക് പോയി തൊഴുകൈകളോടുകൂടി വിഷ്ണുവിനെ സ്തുതിച്ചുകൊണ്ട് നിൽപ്പായി. നരവാഹനദത്തനിൽ പ്രസന്നനായ മഹാവിഷ്ണു അദ്ദേഹത്തിന് ദർശനം നൽകുകയും വിദ്യാധര ചക്രവർത്തിയായി തീരട്ടെ എന്ന് അനുഗ്രഹിക്കുകയും ചെയ്തു. തുടർന്ന് കൈലാസത്തിലെത്തി പരമശിവന്റെ അനുഗ്രഹം വാങ്ങിയ നരവാഹനദത്തൻ അവിടെ നിന്നും ഹിമവൽ ശൈലത്തിലെത്തി മന്ദരദേവൻ അടക്കമുള്ള എല്ലാ വിദ്യാധര രാജാക്കന്മാരെയും പരാജയപ്പെടുത്തി വിദ്യാധര ചക്രവർത്തി സ്ഥാനം നേടി. തുടർന്നുള്ള ശുഭമുഹൂർത്തത്തിൽ തന്റെ മാതാപിതാക്കളുടെ സാന്നിധ്യത്തിൽ വെച്ച് നരവാഹനദത്തൻ വിദ്യാധര ചക്രവർത്തിയായി അഭിഷേകം ചെയ്യപ്പെട്ടു. കുറച്ചു ദിവസം മകന്റെ കൂടെ ചിലവഴിച്ച ശേഷം ഉദയനനും പത്നിമാരും വത്സരാജ്യത്തേക്ക് തിരിച്ചുപോയി. ശേഷം നരവാഹനദത്തൻ തന്റെ വിദ്യാധര സാമ്രാജ്യം ഭരിച്ചു പോരുന്നു. ഉദയനപുത്രനായ നരവാഹനദത്തന്റെ കഥയോടെ കുരുവംശ രാജാക്കന്മാരുടെ കഥകൾ അവസാനിക്കുകയാണ്. മറ്റൊരു കഥയുമായി വീണ്ടും കാണാം.